കേൾക്കാവോ? ഓക്കെ, ഇന്നത്തെ പത്രം വായിച്ചോ? വെരി ഗുഡ്. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് there was a issue to ന്യൂസ് പേപ്പർ തരാം. ഫസ്റ്റ് ന്യൂസ് വാസ് ഇറ്റ്സ് അബൌട്ട് ഓൺ സെയിം സെക്സ് യൂണിയൻ ആണ്. സോ സെയിം സെക്സ് മാരേജിനെ പറ്റിയിട്ട് ഒരു പെറ്റീഷൻ പോയിട്ടുണ്ട് അല്ലെ സുപ്രീം കോടതിയിൽ. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ മേക്കിംഗ് ഈസ് ദി റോൾ ഓഫ് ലെജിസ്ലേറ്റർ, ബട്ട് ഹൗവർ ദിസ് മാറ്റർ ഹാസ് സെൻഡ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് വിട്ടതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? സെൻട്രലിന്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു സെയിം സെക്സ് മാരേജിൽ എന്താണ് സെൻട്രലിന്റെ ഒപ്പീനിയൻ. സോ വേരിയസ് റിലീജിയസ് ലീഡേഴ്സിന്റെ റിലീജിയസ് ഓർഗനൈസേഷന്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് മാരേജ് ഇൻ ഇന്ത്യ ഈസ് മോസ്റ്റ് ഓഫ് എ സോഷ്യൽ തിങ് അല്ലെ, റിലീജിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ് മാരേജ്. മാരേജ് എന്ന് പറയുന്നത് ഹോളിയാണ്, ഒരു സേക്രഡ് ആണ് അല്ലെ. നമ്മൾ അവിടെ നിന്ന് സ്വർഗത്തിൽ വെച്ച് ഒന്നിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? സോ മാരേജ് എന്ന് പറയുന്ന ഒരു സേക്രഡ് ടൈ ഉള്ള സാധനമാണ്. സോ അതുകൊണ്ട് റിലീജിയസ് ആളുകളുടെ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ദ ന്യൂസ് സേയിങ് ദാറ്റ് ഇറ്റ് ഷോസ് ദ ഫെയ്ത്ത്. ഡിഫറെന്റ് ഗ്രൂപ്പുകളുടെ ഒരു റയർ ആയിട്ടുള്ള ഒരു യൂണിറ്റി യു ക്യാൻ സീ വിത്ത് റെസ്പെക്ട് ടു ദിസ്. ഭയങ്കര റയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. സോ ഓൾ ദ റിലീജിയസ് leaders came together and said opposed same-sex marriage. Okay, we are very happy for that. However, so since the many, for example, Jamaat Ulama said that the concept of marriage is between two opposite sex is like the basic feature of marriage itself. Okay, it can only happen between two opposite side of sex. Central government stand endana? Central government stand പറയുന്നത് സെയിം സെക്സ് അല്ലെങ്കിൽ സെയിം സെക്സ് ഇന്റർകോഴ്സ് ഈസ് അലൗഡ് അണ്ടർ ഏതാ കേസ്? ഏതാ? നവദേവ് സിംഗ് ജോഹർ കേസ് പ്രകാരം വി ഹാവ് ഡീക്രിമിനലൈസ്ഡ് സെക്ഷൻ 377 ഹോമോസെക്ഷുവാലിറ്റി. സോ ദാറ്റ് ഇറ്റ് ഗീവ് എന്ത് ചെയ്യാൻ പറ്റും? ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ നമുക്ക് എന്താണ് സെക്ഷൽ ഇന്റർകോഴ്സ് ബിറ്റ്വീൻ സെയിം സെക്സ് ഈസ് ആക്ച്വലി ഡീക്രിമിനലൈസ്ഡ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലീഗലൈസ്ഡ് മാരേജ്. Central government says that only you decriminalized it, but you are not legalized marriage under the Navdev Singh Johar case. And we have one more other case which actually led to Navdev Singh Johar case, which is Puttaswamy case. Puttaswamy case is എന്താ പറയുന്നത്? Privacy, and it also includes sexual intercourse. Sexual orientation is part of our right to privacy under Article 21. Okay, so it says that central government says that same-sex marriage in Supreme Court, like it stated that marriage between biological man and biological woman is a holy union and a sacrosanct and sanskar in India. It's a എന്താണ് നമ്മുടെ സംസ്കാരമാണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? യു കനോട്ട് അലോ മാരേജ് ബിറ്റ്വീൻ സെയിം സെക്സ്. ദാറ്റ് ഈസ് എ സ്റ്റാൻഡ്. ബട്ട് ഗവൺമെന്റ് ഈസ് അലോയിങ് വാട്ട്? ഇന്റർകോഴ്സ് ബിറ്റ്വീൻ സെയിം സെക്സ്, ബട്ട് ഡോണ്ട് മാരേജ്. ഓക്കെ. And the issue with respect to the same-sex marriage is that first thing, it's a case, Navdev Singh Johar case, it says that it's decriminalized homosexuality, section IPC 377. And also he said that the problem with Indian marriage is that most of the Indian marriage is happening under the what? Personal laws. അല്ലെങ്കിൽ എന്താണ്? ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, മുസ്ലിം മാരേജ് പേഴ്സണൽ ലോസ് ഉണ്ട്, ആൻഡ് there are സിഖിനുള്ള ആക്ട് ഉണ്ട്. സോ ഇന്ത്യയിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യ ഹാസ് എ ഡിഫറെന്റ് പേഴ്സണൽ ലോസ്. സോ ഓൾ മാരേജ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആർ അണ്ടർ റെഗുലേറ്റഡ് അണ്ടർ ദി ഡിഫറെന്റ് പേഴ്സണൽ ലോസ്. സോ പേഴ്സണൽ ലോസ് ആർ ബേസ്ഡ് ഓൺ റിലീജിയസ്, അവരുടെ റിലീജിയസ് റൂൾ ആയിട്ടാണ്. ബട്ട് വി ഹാവ് എ കോമൺ റൂൾ. എന്താണ്? ഇന്റർ റിലീജിയസ് മാരേജസോ അല്ലെ റിലീജിയസിന്റെ അണ്ടറിൽ മാരേജ് നടത്താൻ താല്പര്യമില്ലാത്തവർക്ക് എവിടെ പോവാം? സ്പെഷ്യൽ മാരേജ് അതിനെപ്പറ്റി പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ യു സ്റ്റഡി വാട്ട് യു നീഡ് അല്ലെ. സോ സ്പെഷ്യൽ മാരേജ് ആക്ട് ഏതാണ്? 1955 പ്രകാരം എന്തുണ്ട്? ഇറ്റ് സേസ് ദാറ്റ് ടു പീപ്പിൾ ക്യാൻ മാരി എന്ന് മാത്രമേ, ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വുമൺ ആൻഡ് മെൻ എന്ന് പറയുന്നില്ല. ബട്ട് ദെൻ ഓൾസോ എന്ത് ചെയ്യുന്നില്ല? മാരേജ് ഈസ് നോട്ട് രജിസ്റ്റർഡ് അണ്ടർ ദി എന്തിന്റെ അണ്ടറിൽ? ഇന്റർ റിലീജിയസ് ഓർ ഇന്റർ എന്തായിരുന്നു? ഇന്റർ റിലീജിയസ് മാരേജ് അല്ലേ, സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല. ഓക്കെ. ആൻഡ് റിലീജിയസ് ബിലീഫ് ആൻഡ് കൾച്ചർ, ഇതൊക്കെ എന്താ? നമ്മളെ കൾച്ചറിലോ റിലീജിയസ് ബിലീഫിലോ എന്തില്ല? സെയിം സെക്സ് മാരേജസ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? allowed ചെയ്തിട്ടില്ല. So it says that it should not be allowed. And the religious organization believe that marriage is for what? Marriage is for fun, only for procreation. So basic idea of marriage is just to procreate.
But they do not know you don't need to marry if you want to procreate. Okay. But the basic idea as per the religious organization says that the idea is procreation. But same-sex marriage il prashanam endha? You cannot procreation എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് എന്തില്ല, ബയോളജിക്കൽ ആസ്പെക്ട് അതിനകത്ത് നടക്കില്ല. സോ ഇറ്റ് കനോട്ട് ബി ലീഗലി given സ്റ്റാറ്റസ് കൊടുക്കാൻ പാടില്ല. ആൻഡ് ദർ ആർ ഡിഫറെന്റ് ഇഷ്യൂ വിത്ത് റെസ്പെക്ട് ടു മാരേജ്. ഇന്ത്യയിൽ പല കാര്യങ്ങളും മാരേജിന്റെ ബേസ് ചെയ്തിട്ടാണ് നടക്കുക അല്ലെ. ഫോർ എക്സാമ്പിൾ ദർ വാസ് ഇൻസിഡൻസ്, സെയിം സെക്സ് മാരേജ് ചെയ്ത ആളുകൾ ഇൻസിഡന്റ് അവർ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if there is other partner or husband or wife, സെക്സിലും ഹസ്ബൻഡും വൈഫും ഉണ്ട് കേട്ടോ. ഹസ്ബൻഡ് ഓഫ് വൈഫ് എന്ത് ചെയ്യാണ്, ഹോസ്പിറ്റലായി. അപ്പൊ എന്ത് ചെയ്യണം, സാധാരണയായിട്ട് വൈഫിന് സൈൻ ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ഇന്ത്യ കേസസ് ഈ സെയിം സെക്സ് മാരേജിൽ വൈഫിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സൈൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഹി ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ പാർട്ട് ഓഫ് ഫാമിലി മെമ്പർ. Suppose you think that some of the partner is died, so this inheritance will not go to the partner of this person, because rather it goes to the family person. Again, this person the life there will be problems and threatening prashangalokke varam. So these are the issues, legal issues, inheritance, tax, property rights. Okay, marriage, same sex marriage is a complicated issue at present. So what are Article 14? The sex given under Article 14 also include എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ. ആർട്ടിക്കിൾ 15 പറഞ്ഞ സെക്സ് എന്താണ്, സെക്സ് ഓറിയന്റേഷൻ കൂടി വരുന്നുണ്ട്. ആസ് പെർ ദ പുട്ടസ്വാമി കേസിൽ എന്ത് പറയുന്നുണ്ട്, സെക്സ് ഓറിയന്റേഷൻ കൂടി വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് അറ്റ് പ്രസന്റ് 33 countries accepted same sex marriages. Okay, so we also, all the global democratic countries are going for in a direction that same sex marriages are allowed. So if you are going against it, it is against the global practices. And same sex marriage is a legal right. So it's under the case Puttaswamy says it's a part of privacy. Or Article 21 provide what, Hadya case, right to marry one's own choice is a fundamental right. Article 21 right to marriage എന്ന് പറയുന്നത്. So all these are actually favoring right to marriage. Okay, so this was a UPSC question, previous year question കൂടിയാണ്. What is the answer? Which of the Constitution of India safeguards one's right to marry the person of one's choice? Article 21 Hadya case. So there is another rules with respect to ISRO successfully performed landing test of reusable launch vehicle. So reusable launch vehicle landing test നടത്തിയാണ്. കണ്ടു കഴിഞ്ഞാൽ പിക്ചറിൽ കണ്ടറിയാം എന്താണ്, ഒരു വിമാനം എന്ത് ചെയ്യുന്നുണ്ട്, വിമാനം പോലത്തെ സാധനം പാരച്യൂട്ടിൽ വന്നിറങ്ങുന്നുണ്ട്. ദിസ് ഈസ് reusable launch vehicle test. So ഇതിന്റെ പർപ്പസ് എന്താണ് ബേസിക്കലി? പർപ്പസ് എന്താണെന്ന് വെച്ചാൽ വി ആർ ലുക്കിംഗ് ഫോർ എ റീയൂസബിൾ മിഷൻ. ഇനിഷ്യലി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിസൈൽ നമ്മൾ സാറ്റലൈറ്റ് പോകണമെങ്കിൽ നമ്മളൊരു മിസൈൽ ഉണ്ടാക്കി ഇതിനകത്ത് പോയിട്ട് ഈ സാധനം മേലെ കൊണ്ടുപോയി സാറ്റലൈറ്റ് ഇടാവുന്നു. ദിസ് വിൽ ബി ദി ഡെബ്രി വിൽ fall back to the Bay of Bengal, any ocean. Okay, പക്ഷെ ദിസ് cannot be reused. വൺ ടൈം ആണ്. ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അത് ഒരു മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. So the problem is that it has a huge capital investment, because each time you need to build new machinery. But when you have a reusable missions, SpaceX already has reusable missions. പക്ഷെ നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. When we have reusable mission, our cost of space mission will be very less, because നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മിഷനെ തന്നെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. Now we are like from 2016 onwards we are testing many type of reusable missions. നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Now this is reusable launch vehicle technological demonstration ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. Why we do technological demonstration? We are showing the world that we are capable of doing it, so that it's kind of advertisement. So നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു മിഷൻ കൊണ്ട് പോകുമ്പോൾ നമ്മളെ സാറ്റലൈറ്റ് മാത്രമായിരിക്കില്ല. ഇറ്റ് ഹാസ് എ സാറ്റലൈറ്റ് ഓഫ് വേരിയസ് അതർ കൺട്രീസ്. കാരണം ഒരു മിഷനിൽ ഒരു സാറ്റലൈറ്റ് മാത്രമായി പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രോഫിറ്റബിൾ. സോ വി വിൽ ലൈക്ക് അക്വയർ അതർ കൺട്രീസ് സാറ്റലൈറ്റ് ഒക്കെ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ ഇതിന്റെ കൂടിയാണ് അയക്കുക. സോ വി ഷോ ദം ദാറ്റ് വി ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. സോ ദിസ് ഇസ് എ ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേഷൻ. ഓക്കെ, സോ at present this mission means നമ്മളിപ്പോ കണ്ട മിഷൻ 4.5 കിലോമീറ്ററിലേക്ക് ചിനൂക്ക് ഹെലികോപ്റ്ററിൽ ഇവനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് താഴോട്ടിടും. അപ്പൊ മച്ചാൻ പാരച്യൂട്ടൊക്കെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്ത് പതുക്കെ ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോണമസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇറ്റ്സ് ഓൺ മാനുവറിങ് ചെയ്യും, മെയിൻറ്റൈൻഡ് കൺട്രോൾ ഒക്കെ ചെയ്തിട്ട് നൈസ് ആയിട്ട് എന്ത് സേഫ് ലാൻഡ് ചെയ്തു. ഇറ്റ് വാസ് എ സക്സസ്ഫുൾ മിഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൺലി തിങ് യു നീഡ് ടു സ്റ്റഡി. ദ ചിനൂക്ക് ഹെലികോപ്റ്റർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാരച്യൂട്ട് ഇടുന്നത്. ഇതിന് ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ഇല്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇത് പിടിച്ചു നിർത്തണ്ടേ, പിടിച്ചു നിർത്താൻ പാരച്യൂട്ട് ഇടും. അപ്പൊ ഇറ്റ് ഹാസ് എ പുൾ, ബാക്കിലേക്ക് പുള്ളി ഓട്ടോമാറ്റിക്കലി വണ്ടി വന്ന് നിന്നോളും. സോ ദർ ഈസ് അഗൈൻ വൺ ആർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഒരു ഇന്ത്യയുടെ എഡിറ്റോറിയൽ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു റെയർ ഡിസീസസ്. റെയർ ഡിസീസസിൽ ഗവൺമെന്റ് ഹാസ് റെഡ്യൂസ്ഡ് ഇറ്റ്സ് ഓർ എലിമിനേറ്റഡ് കസ്റ്റം ഡ്യൂട്ടി ഫോർ ഇമ്പോർട്ടിംഗ് റെയർ ഡിസീസസ് മെഡിസിൻസ് ആൻഡ് ഫുഡ് ഫോർ ദ റെയർ ഡിസീസസ് പേഷ്യൻസ് എന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ പേജ് ആർട്ടിക്കിൾ റൈറ്റ് സൈഡിൽ. ഓക്കെ, സോ എന്താണ്, കംപ്ലീറ്റ് റെയർ മെഡിസിൻ ഉള്ള
കസ്റ്റം ഡ്യൂട്ടീസും അവർക്കുള്ള ഫുഡും എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റം ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റെയർ മെഡിസിൻസ് എന്താണ്, വാട്ട് ഈസ് റെയർ മെഡിസിൻസ്? Health condition of low prevalence എന്നാണ്, but it should be, it used to say that 1 in 10,000 people, 10,000 ആളുകൾക്ക് ഒരാൾക്കാർക്ക് രോഗം ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഓഫ് ദാറ്റ് എന്ത് പ്രോബ്ലം ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു മേക്ക് മെഡിസിൻസ്. വൈ? ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇറ്റ്സ് നോട്ട് പ്രോഫിറ്റബിൾ ഫോർ ദം ടു കം അപ്പ് വിത്ത് കംപ്ലീറ്റ് റിസർച്ച്. സോ മോസ്റ്റ്ലി റെയർ മെഡിസിൻസ്, റെയർ health issues are neglected health issues because you only have 1 patient in 1,000. So it's not very profitable to make medicine for that. So ഇതുകൊണ്ട് ഇത് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിസീസസ് ആണ്. പല രീതിയിൽ കുറെ അസുഖങ്ങൾ ഉണ്ട് ഇതിന്റെ അടിയിൽ. പക്ഷേ റീസെന്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ടേക്കിംഗ് എഫോർട്ട് ടു മേക്ക് ദിസ് റെയർ മെഡിസിൻസിന് കൂടുതലായിട്ട് റെയർ ഡിസീസസിന് കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. സോ 1 in 1,000 ആവാം, 10,000 ആവാം, 6 in 10,000 ഒക്കെ റെയർ മെഡിസിൻസിന്റെ, റെയർ ഡിസീസസിന്റെ ഇതാണ്. നൗ അറ്റ് പ്രസന്റ് ദർ ഈസ് എ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കസ്റ്റം ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2021 ഗവൺമെന്റ് ഓൾസോ കം അപ്പ് വിത്ത് നാഷണൽ റെയർ ഡിസീസസ് പോളിസി 2021. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഡിജിനസ് റിസർച്ച് ആൻഡ് ലോക്കൽ പ്രൊഡക്ഷൻ ഓഫ് മെഡിസിൻ. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മെഡിസിൻ ഒക്കെ 1 കോടി രൂപയോളൊക്കെ വില വരും. ചില റെയർ ഡിസീസിന്റെ മെഡിസിൻ 1 കോടിയോളം വില വരും. അപ്പൊ ഇത് എല്ലാവർക്കും അഫോർഡബിൾ അല്ല. ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും മെഡിസിൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര കോസ്റ്റാ. കംപ്ലീറ്റ് റിസർച്ച് ചെയ്യുന്നൊക്കെ 1-2 ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കോസ്റ്റ് മൊത്തം ആ മെഡിസിൻ മേടിക്കുന്ന ആൾ ബെയർ ചെയ്യേണ്ടി വരും. So that is why government is reducing custom duty so that there will be like easy importന് എന്ത് ചെയ്യും, ഇമ്പോർട്ടിന്റെ കോസ്റ്റ് ഒക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് എന്താണ്, ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വരെ പിന്നെ എന്ത് ചെയ്യണം, ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് പ്രൊമോട്ട് ചെയ്യണം. ആൻഡ് ലോവർ ദ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഫോർ ദ റെയർ ഡിസീസസ് ആൻഡ് സ്ക്രീൻ ആൻഡ് ഡിറ്റക്ട് റെയർ ഡിസീസസ് അറ്റ് ദി ഏർലി സ്റ്റേജസ്. നേരത്തെ തന്നെ ഇത് കണ്ടെത്തുക, ഇൻഡിജിനസ് ആയിട്ട് ബിൽഡ് ചെയ്യുക, ആൻഡ് ലോവസ്റ്റ് കോസ്റ്റ് ഫോർ ട്രീറ്റ്മെന്റ്. ആൻഡ് അണ്ടർ ദി rare diseases policy there are 3 categorization of rare diseases. First category എന്ന് പറയുന്നത് വൺ ടൈം ക്യൂറബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു തവണ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. അങ്ങനത്തെ റെയർ ഡിസീസസ് ഉണ്ട്, കാറ്റഗറി 1. കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഓർ ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആണ്. കാറ്റഗറി അല്ലെ ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് ഡിസീസസ് ഓഫ് ഡെഫിനിഷൻ ട്രീറ്റ്മെന്റ് ഈസ് അവൈലബിൾ ബട്ട് ചലഞ്ചസ് ആർ ഡ്യൂ ടു മേക്ക് ഒപ്റ്റിമൽ പേഷ്യന്റ് സെലക്ഷൻ ഫോർ ബെനിഫിറ്റ്. എല്ലാം അവൈലബിൾ ആണ്, പക്ഷെ ഇന്ന ആളുകളെ തെറാപ്പി ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് അവൈലബിൾ ആവാത്ത രീതിയിലുള്ള രോഗങ്ങൾ. ഇങ്ങനെ 3 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രോഗങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ടു റിമെമ്പർ ദാറ്റ് there are 3 classification. Okay, fine. And there was a different news with respect to it was very important news actually. So there was an incident happened. There is an island called Vanuatu Island. Okay, Vanuatu Island is a small island in Pacific Ocean. ഈ ഐലൻഡില് due to tsunami, sorry, not tsunami, due to cyclone, എന്ത് ചെയ്തു, it's around 75% of people, almost 2/3 of crops ഒക്കെ നഷ്ടം സംഭവിച്ചു. So because of that, these small island countries, എന്തുകൊണ്ടാണ് സൈക്ലോൺ കൂടുതൽ വരാൻ കാരണം, ഇന്റൻസിഫ് ആവാൻ കാരണം? ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, സീ ലെവൽ റൈസ് ഉണ്ടായി ആൻഡ് ടെമ്പറേച്ചർ കൂടി. സോ ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഇഷ്യൂസ് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ദാറ്റ് യു കനോട്ട് സീ ഇൻ ടുഡേസ് ന്യൂസ് പേപ്പർ. ആക്ച്വലി ദിസ് വാസ് യെസ്റ്റർഡേസ് ന്യൂസ്, മീൻസ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. ഓക്കെ, സോ ഇത് കുറച്ചു കാലമായിട്ട് ഇഷ്യൂല് വരുന്നുണ്ട്. നൗ ദർ ഇസ് എ ന്യൂ ഡെവലപ്മെന്റ്. സോ ഈ വനുവാതു ഐലൻഡും ഒരു 16 സ്മോൾ ഡെവലപ്മെന്റ് ഐലൻഡ്സ് കൂടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാം കൂടിയിട്ട് UN പോയി പറഞ്ഞു, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ this particular event, because this is impacted because of developed countries are emitting more. Since under UNFCCC you have a climate agenda, you have a NDC target, but still you are emitting. So this is impacting small island countries because these island countries are very small, especially these are in the tropical area. So there will be higher water level rise and will be erosion will be there. And finally their island will be under the water. So they will lose these inhabitants. So they said that we need to pass a resolution to ask the ICJ. ICJ is International Court of Justice under the principal organization of UN. Okay, പറയണം ഇതിന്റെ legal responsibility ആർക്കാണ്. So UN recently passed a resolution asking advisory opinion of ICJ about the climate change incident. That is why this topic is very important. Okay, so what is important for prelims is not this. The important thing is Vanuatu Island എവിടെയായിരിക്കും, പസഫിക് ഓഷ്യനിലായിരിക്കും. 2 ICJ പറ്റിയായിരിക്കും. Because ICJ was news for the last 3-4 years. First incident was there was a Dalveer Bhandari was elected as ICJ judge against the UK. We actually defeated UK nominee and we
elected. Okay, India got elected to ICJ judges. So second incident, there was a Kulbhushan Yadav case with respect to ICJ. Now recently there is an incidence of what? This Vanuatu Island opinion. So ICJ basically have 15 judges ഉണ്ടായിരിക്കും. ഇതിൽ 9 year ആയിരിക്കും ഒരു ജഡ്ജസിന്റെ ടേം വരുന്നത്. ഓക്കെ, ജഡ്ജസ് വിൽ ബി elected among the members countries എന്നായിരിക്കും ജഡ്ജസിനെ എലക്ട് ചെയ്യുക. ആൻഡ് ജഡ്ജസ് ആർ eligible for reappointment. And this is the 6 principal organization in the UN. അതിൽ one of the organization ആണ്. And this is the only organization which is situated outside the എവിടെ ന്യൂയോർക്കിന്റെ പുറത്തുള്ള ഒരേ ഒരു ഓർഗനൈസേഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ നെതർലാൻഡ് ഹേഗിലാണ് ഇതിന്റെ ക്യാപിറ്റൽ വരുന്നത്. ആൻഡ് ദിസ് ഈസ് ഇൻ നെതർലാൻഡ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓൺലി ഓർഗനൈസേഷൻ. സോ ദർ ആർ 2 type of functions for the ICJ. One is contagious jurisdiction and second is advisory jurisdiction. Okay, contagious എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a conflict between nations. State conflict ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവരായിരിക്കും തീരുമാനിക്കുന്നത്. ആൻഡ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അതിന്റെ വിധി ബൈൻഡിങ് ആയിരിക്കോ നോൺ ബൈൻഡിങ് ആയിരിക്കോ? All the UN members also signed. 193 members ഇത് signed ആണ് ICJ. ഞാൻ പറയുന്നത് ഇവരൊരു വിധി, ഒരു കോൺഫ്ലിക്റ്റ് വന്നു. If there is a conflict between India and Pakistan, if the matter goes to ICJ and ICJ giving a verdict, will that verdict will be binding or not? It will be binding. It will be binding on the UN members. All the UN members has to abide by the ICJ ruling. But if it is advisory jurisdiction, it is not binding. As the word suggests, this is just an advice. Okay, advisory ആണെങ്കിൽ എന്താണ്? നമുക്ക് ബൈൻഡിങ് അല്ല. Okay, ICJ, we are all accepted to ICJ. All the UN members should sign to ICJ's principles. നമ്മൾ ICJ അംഗീകരിക്കണം. And if we are not, issue എന്ന് വെച്ചാൽ if we are not agreeing with ICJ dispute, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ICJന്റെ അംഗീകരിക്കുന്നില്ലെങ്കിൽ there is a chances of international sanction. UN എന്ത് ചെയ്യും? നമ്മളെ സാങ്ഷൻ ചെയ്യും. So that we don't have able to trade with other countries. അവിടെ കാര്യങ്ങളൊക്കെ പോകും. So usually ആരും എന്ത് ചെയ്യില്ല, ICJന്റെ ബൈൻഡിങ് എടുക്കണം. ആൻഡ് ICJന്റെ റൂളിംഗ് ഓവറോൾ ചെയ്യാൻ പറ്റും. ആർക്ക് ചെയ്യാൻ പറ്റും? വീറ്റോ ചെയ്യാൻ പറ്റും. UN സെക്യൂരിറ്റി കൗൺസിലിന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ന്യൂസ് വാസ് അബൌട്ട് പശ്മിന ഷോൾ. പശ്മിന ഷോൾ കണ്ടിട്ടുണ്ടോ? വീട്ടിലുണ്ടോ? ഇല്ല. ഇതാണ് പശ്മിന ഷോൾ. I know you people have it. Okay, so the issue is that പശ്മിന ഷോളിന് വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എന്താണ്, ഇതൊരു GI ടാഗഡ് പ്രൊഡക്റ്റ് ആണ്. എവിടെയാ? ജമ്മു ആൻഡ് കാശ്മീരിനാണ് ഇതിന്റെ GI ടാഗ് ഉള്ളത്. സോ പശ്മിന ഷോൾ നമ്മൾ ബേസിക്കലി എടുക്കുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ചങ്താങ്ങി ഗോഡ്സ് എന്ന് പറയുന്ന ഗോഡ്സ് ഉണ്ട്. ചങ്താങ്ങി ഗോഡ്സ്. ഓക്കെ, ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആടാണ്. ഓക്കെ, ഈ ആടിന്റെ രോമം വെട്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പശ്മിന ഷോൾ ഉണ്ടാകും. ചങ്താങ്ങി ഗോഡ് ഇമ്പോർട്ടന്റ് ആണ്. UPSC ഒരു ഫേവറേറ്റ് ഏരിയ ആണ് ഇത്. സോ ചങ്താങ്ങി ഗോഡ്സ്. ഓക്കെ, സോ ചങ്താങ്ങി ഗോഡ്സ് വിൽ ബി ഇമ്പോർട്ടന്റ് ഫോർ പ്രിലിംസ്. സോ ദിസ് ആർ, ഇതെവിടെ നമുക്ക് കാണാൻ പറ്റുക? These are basically on the Tibetan area and Ladakh. And ചങ്താങ്ങി ഹിൽസ് ഉണ്ട് അവിടെ. ചങ്താങ്ങി ഹിൽസിലാണ് കൂടുതലായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ലഡാക്കിലാണ് ഇത് ഉണ്ടാവുക. സോ ദിസ് ഈസ് ദി മെയിൽ ആണെങ്കിൽ ഇങ്ങനെ വളഞ്ഞുള്ള കൊമ്പായിരിക്കും. ഫീമെയിൽ ആണെങ്കിൽ നേരെയുള്ള കൊമ്പ്. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, മീൻസ് കാണാൻ ഒരു രസത്തിന് കേട്ടോ. സോ ഈ ചങ്താങ്ങി ഗോഡ്സിനെ നമ്മൾ ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ there is a tribes called Changpa tribes. Changpa tribes are in Ladakh. Okay, now don't say that it's in Himachal Pradesh. Changpa tribes are Ladakh. They are like അവര് ഹേർഡ് ചെയ്യുന്ന എന്തിനാണ്? ചങ്തായി ഗോഡ്സിനെയാണ്. സോ they are taking this ചങ്തായി എന്ത് ചെയ്യുന്ന ഈ രോമങ്ങൾ എടുക്കുന്ന ഇവരാണ്. They are actually എന്താണ്? സെമി നൊമാഡിക് ട്രൈബ്സ് ആണ്. സെമി നൊമാഡിക് ആയിരിക്കുമല്ലോ. ആടിനെ മേയ്ക്കുന്നവർ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് നിന്ന് എപ്പോഴും വേറെ സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കും. സോ ദേ ആർ എ സെമി നൊമാഡിക് ട്രൈബ്സ്. ദേ ആർ അന്നത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്ന ആളാണ്. ഓക്കെ, ചങ്തായി ട്രൈബ്സ് കേട്ടോ. ഇനി ദി ഇഷ്യൂ ഇസ് ദാറ്റ് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഈ പശ്മിന ഷോൾ നമ്മൾ വിൽക്കുന്ന സമയത്ത് there is one more species. It's called Tibetan antelope or ചിരു. ചിരു എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിന്റെ പേര്. ഇവന്റെ അടിയിലുള്ള ഒരു ഫോർമസ് ഉണ്ട്. ഓക്കെ, ഈ അടിയിൽ ഈ ഭാഗത്തിരിക്കുന്ന ഒരു ഫോർമസ്, ഈ ഭാഗത്തിരിക്കുന്ന സാധനം ഇതിനും ഭയങ്കര തണുപ്പുള്ള സാധനമാണ്. സോ പണ്ട് ദിസ് കോൾഡ് പഷ്തൂൺസ് എന്ന് തോന്നുന്നു. എന്തായിരുന്നു പേര്? എഴുതിയിട്ടുണ്ടാവട്ടെ. അല്ല, ഇത് എഴുതിയിട്ടുണ്ട്. ഷഹദൂഷ് എന്നാണ് ഇതിന്റെ പേര്, ഈ ഒരു സാധനത്തിന്റെ പേര്. ഈ ഷഹദൂഷ് എന്താണ്? ഷഹദൂഷ് മീൻസ് ഏറ്റവും കിങ് ഓഫ് വോൾസ്, മീൻസ് വൂൾസ് എന്ന് പറയുന്ന സാധനമാണ്. സോ ഇറ്റ്സ് ഭയങ്കര ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കമ്പിളി പോലെയുള്ള സാധനമാണ്.
സോ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കുറെ ആളുകൾ ഇല്ലീഗലായിട്ട് ഈ പശിമേന്റെ കൂടെ തന്നെ ഇതിന്റെ തൊലിയോടി കയറ്റിയിട്ട് വെക്കും. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ബാൻഡ് അണ്ടർ സൈറ്റ്സ്. ട്രേഡ് ഓഫ് പഷ്തൂൺസ് എന്താണ്? ബാൻഡ് ആണ്, അണ്ടർ സൈറ്റ്സിന്റെ അണ്ടറിൽ ബാൻഡ് ആണ്. സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടിബറ്റൻ ആന്റിലോപ്പാണ്. ഇതിന്റെ വേറൊരു പേര് എന്ന് പറയുന്നത് എന്താണ്? ചീരു എന്നുള്ളതാണ്. ഇത് പൊതുവെ കാണുന്നത് ഇതിന്റെ ഈ സാധനത്തിന്റെ പേരാണ് ഷഹദൂഷ് എന്ന് പറയുന്ന സാധനം കേട്ടോ. ആ ഒരു സാധനത്തിന്റെ പേരാണ് ഷഹദൂഷ്, മറ്റേത് പശ്ചിമ. ഓക്കെ, സോ നോർത്തേൺ പാർട്സ് ഓഫ് ചാങ്തായി പ്ലാറ്റൂവിൽ തന്നെയാണ് ഇത് കാണുന്നത്. പ്രോബ്ലം ഇസ് ദാറ്റ് ഈ പശ്ചിമ ഉണ്ടാക്കുന്നതിന്റെ കൂടെ ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട്സ് കൂടി എടുത്തു വെക്കും, ഇതിന്റെ രോം കൂടി എടുത്തു വെക്കും. സോ ദാറ്റ് കോസ്റ്റ് എന്ത് ചെയ്യും? വളരെയായിട്ട് കൂടും. പക്ഷെ ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ന്യൂസ് വന്നതാണ്, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്വാളിറ്റി ചെക്കിന്റെ സമയത്ത് ഇത് കണ്ടെത്തും. സോ എവറിത്തിങ് വിൽ ബി റിജക്റ്റഡ്, ദർ വിൽ ബി റെയ്ഡ്, ദർ വിൽ ബി അറസ്റ്റ് ഓഫ് ദ പീപ്പിൾ. സോ അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇത് റിയൽ ആയിട്ട് നടത്തുന്ന ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? അതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി ചെക്ക് കാരണം എക്സ്പോർട്ട് വിൽ ബി ഡിലേ. എക്സ്പോർട്ട് എന്ത് ചെയ്യും? കുറെ കാലം ഇതിന്റെ ക്വാളിറ്റി ചെക്കിൽ പോകുന്നു. സോ ദിസ് ഈസ് ദ ഇഷ്യൂ വാസ് ഇൻ ന്യൂസ്. സോ ഈ ടിബറ്റൻ ആന്റിലോപ്പ് എന്ന് പറയുന്നത്, അല്ലെ ചീരു എന്ന് പറയുന്നത് എന്താണ്? In 2008 it was actually IUCN category endangered ആയിരുന്നു. Okay, but after 2018 we have taken a lot of measures. Now the population is increasing. Now it is categorized under nearly threatened. In 2016 it categorized under nearly threatened ആക്കിയിട്ട് മാറ്റി. It shows that there is a increasing population of Tibetan antelope. 2002 വരെ നമ്മൾ ഇത് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പഷ്തൂൺസ് എടുത്ത് വിൽക്കുന്നുണ്ട്, പിന്നെ ഷഹദോഷ് എടുത്ത് വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 2002 ശേഷം എന്ത് ചെയ്തു? ഇറ്റ് കെയിം അണ്ടർ സൈറ്റ്സ്. സൈറ്റ്സിന് ശേഷം വന്നതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കിത് വിൽക്കാൻ പറ്റില്ല. സോ സൈറ്റ്സിൽ ഇപ്പൊ സൈറ്റ്സ് എന്താ അറിയാലോ? കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ. സോ ഇതിന്റെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ യു കനോട്ട് ട്രേഡ് ഇന്റർനാഷണലി. ട്രേഡ് നടത്തി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബാൻഡ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് നിയർലി ത്രെട്ടൻഡ് അണ്ടർ IUCN വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഷെഡ്യൂൾഡ് 1 ആനിമൽ ആണ് ചീരു ആൻഡ് ടിബറ്റൻ ആന്റിലോപ്പ്. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, UPSCന്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. UPSC 2014 asked about Changpa tribes. So it's a Changpa, it's a community of India. Consider the following statement. They live mainly in the state of Uttarakhand. ശരിയാണോ? അല്ല. They rear the Pashima goats that yield a fine wool. ശരിയാണോ? Yes. They are kept in the category of scheduled tribes. ശരിയാണോ? So answer will be 2 and 3. ഉത്തരാഖണ്ഡ് ആയിരിക്കില്ല, എവിടെയായിരിക്കും? ഇതായിരിക്കും വരിക. So that's for today. Thank you. So there is a one question I have posted in February batch and November batch with respect to same-sex marriage. ഒരു മെയിൻസിന്റെ ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ട്. സോ ജൂൺ ബാച്ച് ഓഗസ്റ്റ് ബാച്ച് എഴുതേണ്ട കാര്യമില്ല, ബിക്കോസ് സിൻസ് യു ആർ പീപ്പിൾ ആർ ഫോക്കസിംഗ് ഓൺ പ്രിലിംസ്. സോ അതർ സ്റ്റുഡൻസ് യു നീഡ് ടു റൈറ്റ് ആൻസർ ആൻഡ് സബ്മിറ്റ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. ഇന്ത്യനെ